നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മിണ്ടിപ്പോകരുത്. മിണ്ടിയാ നിന്നെ കൂടുതൽ വേദനിപ്പിച്ചേ ഞാൻ കൊല്ലും. അപ്പോ നിനക്ക് ശിക്ഷ പേടിയുണ്ടല്ലേ? കുറ്റം ചെയ്ത് നിന്നെ ശിക്ഷിക്കുന്നതാണോ ശരി? കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നതാണോ ശരി? കുറ്റം ചെയ്ത എന്നെ ഒരിക്കൽ ചെയ്ത കുറ്റം പിന്നെ ആവർത്തിച്ച ശിക്ഷ പിന്നെയും കൂടണ്ടേ? അപ്പൊ സത്യം പറ, പൂജയാണ് പ്രിയയെ കൊന്നതെന്ന് നിനക്കറിയാവുന്ന കാര്യമാണോ അല്ലയോ? ഞാൻ ഊഹിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അടിസ്ഥാനമില്ലാതെ ഊഹിക്കുന്ന കാര്യം കോടതിയിൽ മൊഴിയായിട്ട് പറയാമോ? ഇല്ല. അപ്പോ ഇന്ന് നീ പൂജയ്ക്കെതിരായി മൊഴി കൊടുക്കുവോ? അഥവാ കൊടുത്ത നിന്റെ രണ്ട് കാലും രണ്ട് കൈയും ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്തതുപോലെ തല്ലി ചതയ്ക്കും ഞാൻ. ജീവിത അവസാനം വരെ പിന്നെ നീ എഴയേണ്ടി വരും കേട്ടോ. അവളുടെ ഒരു കോടതി മൊഴിയും. അതെ, അങ്ങോട്ട് വന്നാ മതി. വേഗം വരണം കേട്ടോ. പൂജമോളെ, നന്നായി പ്രാർത്ഥിച്ചിട്ട് പോ. ഇനി ഇങ്ങോട്ട് മടങ്ങി വരില്ലെന്ന് അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ അമ്മ അത്? എനിക്കിവിടുന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? അമ്മ ഇതിനകത്ത് കഴിയുമ്പോ ഞാൻ മാത്രം പുറത്തു പോയിട്ട് എന്തിനാ? അങ്ങനെയല്ല മോളെ, എന്റെ മോൾക്ക് ഇനിയും ജീവിതമുണ്ട്. അമ്മയുടേത് കത്തി തീരാറായ ഒന്നാ. അതെവിടെയായാലും തീർന്നു കിട്ടിയാ മതി. അങ്ങനൊന്നും പറയില്ല അമ്മേ. നമ്മൾ ഇനിയാ ജീവിക്കാൻ പോകുന്നേ. നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാം കണ്ട് പ്രിയ എവിടെയോ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്നെ പുറത്തിറക്കാൻ അജുവേട്ടൻ അവളെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് അമ്മയ്ക്കറിയൂ? അമ്മയെ പുറത്തിറക്കാൻ കഴിയുന്നത് വരെ അവളെ കണ്ടുപിടിക്കാൻ കഴിയരുത് എന്ന്. മോളെ, അതെ അമ്മ. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് എവിടേക്കും രക്ഷപ്പെടണ്ട. എത്ര കാലം വേണേലും ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാം. എന്ത് സംഭവിച്ചാലും എന്റെ മോള് ജയിലിൽ കയറരുതെന്ന അമ്മ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാ അമ്മ ഇതൊക്കെ ചെയ്തതും. എന്നിട്ടും എന്റെ മൂക്കിത വിധിച്ചതെങ്കിൽ. അമ്മ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അല്ല, അമ്മ എന്തോ പറഞ്ഞു. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തെന്നോ? എന്നുവെച്ചാ അങ്ങനെയല്ല മോളെ. സത്യം പറയാമേ, സാക്ഷിയുടെ മരണം അമ്മ മനഃപൂർവ്വം ഏറ്റെടുത്തതാണോ? വെറുതെ എന്റെ മോള് മണ്ടത്തരം പറയാതെ. പിന്നെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അമ്മ പിന്നെ എന്താ പറയണ്ടേ? എന്റെ മോള് ജയിലിൽ കിടക്കുന്ന കണ്ട് സന്തോഷിക്കുകയാണെന്നോ? എനിക്ക് കൂട്ടായിട്ട് എന്റെ മോള് ഇതിനകത്ത് വേണമെന്നോ? ഈ ലോകത്ത് ഏതമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്ന? എന്റെ മോളിനി ഇങ്ങോട്ടേക്ക് വരരുത്. എന്റെ മോളെ ഇതിനുള്ളിൽ കാണുന്ന ഓരോ നിമിഷവും അമ്മയുടെ ഉള്ളിൽ തീയ. എന്റെ മോക്കിന്ന് ജാമ്യം കിട്ടിയിരിക്കും, എനിക്കത് ഉറപ്പാ. അതറിയുന്നത് വരെ അമ്മയുടെ പ്രാർത്ഥനയിലായിരിക്കും. പൂജ കോടതിയിലേക്ക് ഇറങ്ങാറായി. മോളെ ചെല്ല്.
ജീവിതത്തിൽ ഒരിക്കലും എന്റെ മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാം കൃത്യമല്ലേ? സെറ്റാണ്. കൃത്യസമയത്ത് ഹാജരായിക്കോളൂ. കഴിഞ്ഞു. ഇനി മടങ്ങേണ്ടി വരില്ല. ഇന്നത്തോടെ നമുക്ക് പുറത്തിറങ്ങാം. അതിനകത്ത് കഴിയുന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലല്ലേ അജുവേട്ടാ? തനിക്ക് അകത്ത് അമ്മ കൂട്ടുണ്ടാവും, അത് ശരിയാ. പക്ഷേ പുറത്തെനിക്ക് താൻ കൂട്ടുവാണെങ്കിലോ? അക്കാര്യം ഞാൻ നോക്കണ്ടേ? സംസാരമൊക്കെ പിന്നെ കൊണ്ടുപോവാ. ആ വരൂ. ധൈര്യമായിട്ട് ചെല്ല്. കോടതി കൂടാറായി. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. നന്ദ, എന്താമേ? അവക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത്. പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തോളും. അമ്മയുടെ മൊഴി കറക്റ്റായ മതി. ഞാൻ പറഞ്ഞോളാം. എല്ലാം കണ്ടെന്ന് വരെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇത്തവണ അവളെ രക്ഷപ്പെടാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പാ. എടി, ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നായിരിക്കും നിന്റെ വിചാരം, അല്ലേ? എന്നാ കേട്ടോ, ഇനി ഒരിക്കലും നീ അങ്ങോട്ട് വരാൻ പോകുന്നില്ല. നിന്റെ ജീവിതം അഴിക്കുള്ളിൽ തന്നെയായിരിക്കും. ഞാനൊരു അനാഥ പെണ്ണായിട്ട് ജനിച്ചവളല്ലേ അച്ഛമ്മേ? ഏത് സൗകര്യത്തിലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവും. ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും അജുവേട്ടനും അച്ഛമ്മയും അമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ടായില്ലേ എനിക്ക്. അതേക്കുറിച്ചുള്ള ഓർമ്മകൾ മതി എനിക്ക് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ. അതുകൊണ്ട് കോടതിയിൽ നിന്ന് എനിക്കെതിരെ ഒരു വിധി വാങ്ങിയിട്ട് എന്റെ സന്തോഷം കെടുത്താന്ന് അച്ഛമ്മ വിചാരിക്കണ്ട. അതുണ്ടാവാൻ പോകുന്നില്ല. വന്നേ, സമയമായി.